ഏറ്റവും വിലയുള്ള സാധനം. ഞാൻ പറഞ്ഞൊരു കാര്യം മനസ്സിലാവും. അതാണ് ഡിസപ്ഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡിസപ്ഷൻ. അതാണ് സാത്താന്റെ വഞ്ചന. ലോകത്തെ സാത്താൻ വഞ്ചിച്ചിരിക്കുന്ന കാര്യം ഇതാണ്. ഈ പണം കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ മനുഷ്യൻ എന്ത് ചെയ്തേ പറ്റുള്ളായിരുന്നു? ഷെയർ ചെയ്തേ പറ്റുള്ളായിരുന്നു. അത് ഈ നമ്മൾ ഉപയോഗമുള്ള വസ്തു കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന എന്താണ്? ഉപയോഗമില്ലാത്ത ഗോൾഡ്, ഉപയോഗമില്ലാത്ത കടലാസ്. എന്റെ ഉള്ള 10 രൂപ നോട്ട് 10 ദിറം കൊണ്ട് എനിക്ക് ഈ ദിറം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ 500 ദിറം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇതിന് മണ്ടേ കിടക്കാൻ പറ്റുമോ? കിടക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇതുകൊണ്ട് കട്ടിൽ വാങ്ങിച്ചാൽ എനിക്ക് കിടക്കാൻ പറ്റുള്ളൂ. ഇതെനിക്ക് തിന്നാൻ പറ്റുമോ? ഇതെനിക്ക് കുടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇത് കൊടുത്ത് കാശ് കൊടുത്ത് വെൻ ഇറ്റ് ഈസ് ഇതിപ്പോ എന്താണ്? ഇറ്റ് ഇസ് ജസ്റ്റ് എ പേപ്പർ. ഇറ്റ് ബിക്കംസ് മണി ഓൺലി വെൻ ഐ സ്പെൻഡ് ഇറ്റ്. ഇത് ചെലവാക്കാത്രത്തോളം കാലം ഇത് പണമല്ല. ഇതിനെ പണമെന്ന് വിളിക്കുന്നവൻ വിഡ്ഢിയ. ഇറ്റ് ഇസ് നോട്ട് മണി. ഇറ്റ് ബിക്കംസ് മണി ഓൺലി വെൻ യു സ്പെൻഡ് ഇറ്റ്. ഇല്ലേ? ശരിയാണോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ? ഇല്ലേ? അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് എന്ത്? അനീതിയുള്ള മാമോനെ കൊണ്ട് നമുക്ക് സ്നേഹിതന്മാരെ ഉണ്ടായിക്കൊള്ളു. സ്നേഹിതൻ ഉണ്ടാകണമെങ്കിൽ അത് സ്പെൻഡ് ചെയ്യണം. ഫ്രാൻസിസ് ഓഫ് അസീസി പറഞ്ഞൊരു വാചകമുണ്ട്. ഓരോന്ന് ലഭിക്കുമ്പോഴും നിങ്ങൾ മനുഷ്യനിൽ നിന്ന് അകലുകയാണ്, ഓരോന്ന് കൊടുക്കുമ്പോഴും നിങ്ങൾ മനുഷ്യനോട് അടുക്കുകയാണ്. ഓരോന്ന് ലഭിക്കുമ്പോഴും നിങ്ങൾ മനുഷ്യനിൽ നിന്ന് അകലുകയാണ്, ഓരോന്ന് കൊടുക്കുമ്പോഴും നിങ്ങൾ മനുഷ്യനിൽ നിന്ന് അകലുകയാണ്. ഓരോന്ന് കൊടുക്കുമ്പോഴും നിങ്ങൾ മനുഷ്യനോട് അടുക്കുകയാണ്. അപ്പോൾ സ്നേഹിതൻ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? സ്പെൻഡ് ചെയ്യണം. ആ സ്പെൻഡ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാകുന്ന അറിയാമോ? അത് തീരുമ്പോൾ വെൻ യു സ്പെൻഡ് നാച്ചുറലി ഇത് തീരും. ഇല്ലേ? സ്പെൻഡ് ചെയ്താൽ തീരുന്ന സാധനമാണ് പൈസ. അല്ലാതെ സ്പെൻഡ് ചെയ്താൽ കൊടുക്കും തോറും ഉയർന്ന സാധനമല്ല എന്തുവാ ഈ പൈസ. അത് നമ്മളുടെ ക്രൂസേരി മാത്രമേ ഉള്ളൂ എന്തുവാ കൊടുക്കും തോറും ഏറുന്നത്. ഇല്ലേ? കൊടുക്കും തോറും എന്ത് ചെയ്യുന്നതാണിത്? തീരുന്നതാണ്. പക്ഷെ ഇത് തീരുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ മത്തായിയുടെ സുവിശേഷം പറഞ്ഞത് അറിയാമോ? നിങ്ങളുടെ സ്വർഗസ്ഥ പിതാവ് മനസ്സരിവുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സരിവുള്ളവനായി തീരുവിൻ. കൊടുക്കുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. മനസ്സലിവ് കൊടുത്താൽ മനസ്സലിവ് കിട്ടുമെന്ന് അവിടെ പറയുന്നത്. നിങ്ങൾ മനസ്സലിവുള്ളവനായാൽ നിങ്ങൾക്ക് എവിടെ ചെന്നാലും എന്തോ കിട്ടും? മനസ്സലിവ് കിട്ടുമെന്നാണ് അവിടെ പറയുന്നത്. പക്ഷെ അതുകൊണ്ട് ഇതൊക്കെയാണ് നമ്മളുടെ പ്രശ്നം. നമുക്കതല്ല, നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മൾ അങ്ങ് ചെയ്തെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ കൊട്ടെ, ഇനി കൊടുക്കുന്ന ഞാൻ പറഞ്ഞത് കൊടുക്കും തോറും തീരുന്ന കാര്യമാണ് എന്തുവാ? പണം എന്ന് പറയുന്നത്. പക്ഷെ തീരുമ്പോൾ എന്തുണ്ടാകുന്ന അറിയാമോ? അത് തീരുമ്പോൾ എന്തോ തീരുമ്പോൾ നമ്മുടെ കയ്യിലെ പൈസ തീരുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ ചേർത്തുകൊള്ളും. ആര്? നിങ്ങൾ ഈ പണം കൊടുത്ത് ആരെ സ്നേഹിതരാക്കിയോ അവരവിടെ ചെല്ലുമ്പോൾ പറയും, ഹായ് കമോൺ വെൽക്കം, നിന്റെ പണം സ്പെൻഡ് ചെയ്ത് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഞാൻ കർത്താവിന്റെ സ്നേഹം പറഞ്ഞത്. നൗ ഐ ആം ഇൻ ഹെവൻ, കമോൺ വെൽക്കം. അവിടെ നമ്മളെ സ്വീകരിക്കാൻ സ്നേഹിതര് കാണും. എന്ത് ചെയ്താൽ? അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിയ, അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതന്മാരെ ഉണ്ടാക്കിയ. ഞാൻ പറയട്ടെ, സാത്താന്റെ ഡിസപ്ഷനിൽ നമ്മൾ വഞ്ചിക്കപ്പെട്ട് പോകരുത് പ്രിയമുള്ളവരെ. കർത്താവ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന അതല്ല. നമ്മുടെ പൂർണ്ണ ശക്തിയോടെ, അതേ പറഞ്ഞുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ കിടക്കുകയാണ്. പൂർണ്ണ ശക്തിയോടെ വെൻ യു വർഷിപ്പ് ഗോഡ്, വെൻ യു സെർവ് ഗോഡ്, യു ഹാവ് ടു സെർവ് ഹിം വിത്ത് ഓൾ യുവർ സ്ട്രെങ്ത്, all the money you have, all the time you have, all the talents you have, all things that you have, all the things you possess. You are not the owner of it. You are just yours. And you have no right to use it for your own benefit. And because it is not your money. It is not your time. It is given by God. ആരാ നമുക്ക് തന്നത്? കർത്താവ് തന്നതാണ്. കർത്താവ് തന്ന കാര്യം വേറൊരു കാര്യത്തെയോ വേറൊരാളെയോ സേവിക്കാൻ എന്ന് പറയുമ്പോൾ അതുകൂടെ പറഞ്ഞത് സമയം പോലെ ഞാൻ പറയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് പണത്തെയും മാമോനെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയത്തില്ലെന്നാണ് പറഞ്ഞത്. പ്രയാസമാണെന്നല്ല പറഞ്ഞത്. യു കനോട്ട് സെർവ് ഗോഡ് ആൻഡ് മാമോൻ അറ്റ് എ ടൈം. ഒരേ സമയത്ത് മാമോനെയും കർത്താവിനെയും സേവിക്കാൻ നിങ്ങൾക്ക് പ്രയാസമാണെന്നല്ല, കഴിയത്തില്ല. അപ്പോൾ ദൈവത്തെ സേവിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ പണത്തെ എങ്ങനെയാ സേവിക്കുന്നത്? നമ്മളെങ്ങനെ പണത്തെ സേവിക്കും? പണം നമ്മളെ സേവിക്കുന്ന എങ്ങനെയാണെന്ന് അറിയാമോ? വെൻ വി സ്പെൻഡ് ഇറ്റ് സെർവ്സ് us. ഇത് സ്പെൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? അതെന്നെ സെർവ് ചെയ്യുകയാണ്. ഈ രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, I serve money. You understand? Because I want to keep it. ഞാൻ ഈ പണത്തെ സെർവ് ചെയ്യുന്നറിയാമോ? വെൻ ഐ ആം തിങ്കിങ് ഓഫ് മണി, അത് ബാങ്കിൽ കിടന്നാലും പോക്കറ്റിൽ കിടന്നാലും എവിടെ കിടന്നാലും, വെൻ ഐ ആം തിങ്കിങ് ഓഫ് മണി, വെൻ സംഹൗ ഐ വാണ്ട് ടു കീപ് മണി, വെൻ സംഹൗ ഐ വാണ്ട് ടു
മേക്ക് മോർ മണി. ഇതിനെ ചെയ്യുന്നത് ഐ ആം സെർവിങ് മണി. അപ്പോൾ ഞാൻ ചെയ്യുന്നത്, ഞാൻ എന്ത് ചെയ്യാണ്, ഞാൻ ഈ പണത്തിന്റെ കാര്യം ഇങ്ങനെ കൺസേൺഡ് ആയിട്ട് എന്റെ പോക്കറ്റ് അല്ലെങ്കിൽ അത് ഇപ്രാവശ്യം ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഇൻവെസ്റ്റ്മെന്റിന്റെ അകത്ത് മറ്റേനകത്ത് കൊണ്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കുന്ന സമയത്തുണ്ടല്ലോ, യു നോ വാട്ട് ഹാപ്പൻസ്, വി സെർവ് മണി. കർത്താവ് പറഞ്ഞു, വെൻ യു സെർവ് മണി യു കനോട്ട് സെർവ് ഗോഡ്. ഇഫ് യു സെർവ് മണി യു കനോട്ട് സെർവ് ഗോഡ്. വെൻ യു ആർ കൺസേൺഡ് അബൌട്ട് മണി യു ക്യാൻ നെവർ സെർവ് ഗോഡ്. ഇനി കുറച്ച് നേരമൊക്കെ പോകുമായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഒന്നിനെ വിട്ടേച്ച് ഒന്നിന്റെ പുറകെ പോകും. ഒന്നുകിൽ നിങ്ങൾ കാശ് കളഞ്ഞേച്ച് ദൈവത്തിന്റെ പുറകെ പോകും, അല്ലെങ്കിൽ ദൈവത്തെ കളഞ്ഞേച്ച് പൈസ പുറകെ പോകും. ഇതൊരു ഫാക്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, സർവശക്തനായ ദൈവം തമ്പുരാൻ അവന്റെ സ്വന്തം വായ കൊണ്ട് അരുളി ചെയ്ത കാര്യമാണ്. എന്ത്? നിങ്ങൾക്ക് മാമോനെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്നത്. സോ ഇഫ് യു സെർവ് യുവർ ലോർഡ് then certainly you have to serve him with all strength. മുഴുവൻ ശക്തിയോടെയും കൂടെ. നമുക്ക് നമ്മുടെ കണ്ണുകളെ ഹല്ലേലൂയ. ബെത്ലേലിന്റെ മേൽ പകർന്ന ആത്മാവല്ല യോശുവയുടെ മേൽ. ബെത്ലേലിന് ഒരു കാര്യം ചെയ്യാനായിട്ട് കർത്താവ് ഒരു പ്രത്യേക സമയത്തേക്ക് അവൻ ആത്മാവിനെ കൊടുത്തു. അത് തീർച്ചയായിട്ടും ദൈവാത്മാവ് തന്നെയാണ്, അതിന്റെ ക്വാളിറ്റി ഒട്ടും കുറവുള്ളതല്ല. എന്നാൽ യോശുവയ്ക്ക് അങ്ങനെ ഒരു ആത്മാവ് പോരാടുന്നു. എന്റെ ആത്മാവുള്ള പുരുഷനായി അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് നിരന്തരം വസിച്ചിരുന്നു. അവൻ ചെയ്യുന്ന കാര്യങ്ങൾ, കാണുന്ന കാര്യങ്ങൾ, അവൻ പറയുന്ന കാര്യങ്ങളെല്ലാം ആത്മനിയന്ത്രിതമായ കാര്യങ്ങളായിരുന്നു. അങ്ങനെ അവന് പറ്റത്തുള്ളായിരുന്നു. അവന് ഒത്തിരി എൻകറേജ്മെന്റ് വേണമായിരുന്നു. അവന് വലിയ കഴിവുണ്ടായിരുന്നു, സൂപ്പർ ഹ്യൂമൻ ഒന്നും ആയിരുന്നില്ല. എന്നാൽ അവനിൽ ദൈവത്തിന്റെ ആത്മാവ് വസിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, അവൻ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ അവൻ പൂർണ്ണമായി പിൻപറ്റി നേടി. പൂർണ്ണമായി. പ്രിയമുള്ളവരെ, ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ കർത്താവിനെ ചെയ്യും. ഇന്ന് രാത്രി നമ്മൾ കേട്ട ഒരൊറ്റ കാര്യം, വിത്ത് ഓൾ യുവർ സ്ട്രെങ്ത്. നമ്മുടെ വകയല്ല നമ്മുടെ സമയം, നമ്മുടെ പണം, നമ്മുടെ ഹെൽത്ത്. നമ്മൾ പലപ്പോഴും പറയുന്നത്, ഇഫ് ഐ വർക്ക് ഹാർഡ് then certainly I am going to lose my health and I cannot bear it, so I cannot spend that much time, that much money, that much. എന്താ പറയാൻ നമുക്ക് അവകാശം? ഇറ്റ് ഇസ് നോട്ട് അവേഴ്സ്. അത്രയും പറയാൻ നമുക്ക് എന്താ അവകാശം? ഇഫ് യു സേ the money belongs to you, you are a liar. It is not your money. God has given it. ടൈം ദൈവം തന്നതാണ്, അത് സാത്താന് കൊടുക്കാനുള്ളതല്ല. ആരോഗ്യം ദൈവം തന്നതാണ്, അത് സാത്താന് കൊടുക്കാനുള്ളതല്ല. കർത്താവ് പറഞ്ഞു, നിന്റെ മുഴുവൻ പണവും മുഴുവൻ ആരോഗ്യവും മുഴുവൻ സമയവും മുഴുവൻ ജീവിതവും നീ എനിക്ക് തരണം. Serve the Lord with all your strength. Hallelujah. നമുക്ക് കർത്താവിനെ പറയാം, കർത്താവേ, ഞാൻ പലപ്പോഴും എനിക്ക് വേണ്ടി പലതും റിസർവ് ചെയ്തിട്ടുണ്ട്. ഒരു മരിച്ചവനെ പോലെ എന്റെ മുഴുവൻ സ്ട്രെങ്ത്തും നിനക്ക് വിട്ടുതരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്നിൽ തന്നെ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് മുഴുവൻ സ്ട്രെങ്ത്തും വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. ഞാൻ എന്നിൽ ജീവിക്കുന്നുണ്ട്. ഐ ലിവ് ഇൻ മൈസെൽഫ് ആൻഡ് ഐ ഓൾവേസ് കീപ് സം സ്ട്രെങ്ത് ഫോർ മൈസെൽഫ്. കർത്താവിനോട് നമുക്കൊന്ന് കൺഫസ് ചെയ്യാം, കർത്താവ്, ഞാൻ പലപ്പോഴും എനിക്ക് വേണ്ടി എന്റെ സ്ട്രെങ്ത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണേ. ഇന്ന് രാത്രിയിൽ കർത്താവ് എന്റെ മുഴുവൻ സ്ട്രെങ്ത്തും, ദൈവത്തോട് കരങ്ങളെ ഉയർത്തി പറ, കർത്താവെ, എന്റെ മുഴുവൻ സ്ട്രെങ്ത്തും എന്റെ മുഴുവൻ ശക്തിയും എന്റെ മുഴുവൻ സമയവും